അപ്പൊ നമ്മുടെ പെർഫോമൻസ് ഒക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു വഴിക്ക് ഇങ്ങനെ ഗംഭീരമായിട്ട് നടക്കുന്നു. ഉഗ്രൻ പെർഫോമൻസുകൾ നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ഓൾറെഡി അതിന് സാക്ഷ്യം വഹിച്ചു. അപ്പൊ നമ്മുടെ എപ്പിസോഡിൽ പിള്ളേരുടെ പെർഫോമൻസ് ഒക്കെ കണ്ട് പ്രയാഗ ഇങ്ങനെ എൻജോയ് ചെയ്തിരിപ്പുണ്ട്. പ്രയാഗയുടെ ഏറ്റവും പുതിയ സിനിമയായ ഭൂമിയിലെ മനോഹര സ്വകാര്യം എന്ന സിനിമയുടെ വിശേഷങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ കൂടെയാണ് വന്നത്. എന്താണ് ഭൂമിയിലെ ആ മനോഹര സ്വകാര്യം? എന്താണ്? പ്രണയമാണ്. അടിപൊളി, കറക്റ്റ് ആയിട്ട് വാലന്റൈൻസ് വീക്കിൽ തന്നെ ആളെ നമുക്ക് കിട്ടി. അപ്പൊ പറയൂ, എന്താണ് ഈ സിനിമ പറയാൻ ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നു ഈ സ്റ്റേജിൽ എസ്പെഷ്യലി ഈ എപ്പിസോഡിൽ വന്ന് പറയാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ സിനിമയെ പറ്റിയുള്ള വിശേഷം. പ്രണയമാണ്. ഞാനും എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിൽ ഇതേവരെ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു പോകുന്ന പ്രണയ ചിത്രത്തിൻ്റെ ഭാഗമാവാൻ ഇതുവരെ എനിക്ക് സാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഇനിയെങ്കിലും ആ ഗിഫ്റ്റ് ആർക്കാണ്, എന്താണെന്നൊന്ന് പറഞ്ഞുകൂടെ? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവിടുത്തെ കണ്ടസ്റ്റൻസിലെ ഒരാളുടെ വളരെ കടുത്ത, വളരെ വലിയൊരു ആരാധികയാണ്. അപ്പൊ മുകളിലോട്ട് നോക്കിയാൽ മതി. ആരാധിക എനിക്ക് തന്നു വിട്ടതാണ് ഇവിടെ ആ ആൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട്. അപ്പൊ ഞാനൊരു എന്താ പറയാ, പ്രാവൊക്കെ പോലെ അതിന്റെ ഇടയില് ഹംസമൊക്കെ പോലെ. ഹംസം അതല്ല നമ്മുടെ വിഷയം, ഇത് ആർക്ക്, അതാണ് നമ്മുടെ വിഷയം. അത് ഞാൻ പറയണോ? തീർച്ചയായിട്ടും അത് എന്നാലും നമുക്ക് ആളെ മനസ്സിലാവുള്ളൂ. ഇവിടെ എത്ര ആൺകുട്ടികളുണ്ട്? 1 2 3 6 പേരുണ്ട്. കുറച്ചൊരു സസ്പെൻസ് ഒക്കെ ഇടുന്നതല്ലേ നല്ലത്. ഇത് ആർക്കാന്നൊന്ന് പറയോ? ഭരത്തിനാന്ന് മാത്രം പറയരുത്. ഇത് എന്താ ഭരത്തിന് ലവ് ലെറ്റർ ആരും കൊടുക്കാത്ത? ആവശ്യത്തിന് അവൻ അങ്ങോട്ട് പോകുന്നുണ്ട്, ഇനി എന്തിനാ വെറുതെ ഇങ്ങോട്ട് വരുന്നതെന്ന് ആലോചിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതെന്തായാലും ഭരത്തിനല്ല. ഇത് ടു ശ്രീജിഷ്. എന്നാ ലെറ്റർ ഇങ്ങനെ ടു ശ്രീജിഷ് സരിഗമപ സി കേരളം. എല്ലാ അഡ്രസ്സും ടു ശ്രീജിഷ് സരിഗമപ സി കേരളം. പിന്നെ നമ്മുടെ ടവർ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഫ്രം അഡ്രസ് വായിക്കണോ ശ്രീഷേ? അല്ല, എനിക്കുള്ള കത്തല്ലേ, വായിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ വായിച്ചോളൂ. എടാ, നീ എന്ന് പറയുന്നത് നമ്മുടെ ഫാമിലിയിൽ ഒരു അംഗമല്ലേ? അവന്റെ പേര് ഞാൻ മാറ്റിയിട്ടുണ്ട്, സ്ത്രീജിഷ്. അല്ല, അത് മാത്രല്ല, വന്നത് സി കേരളത്തിലേക്കല്ലടാ, വീട്ടിലേക്കല്ലല്ലോ. അല്ല, എന്റെ അതുകൊണ്ട് ആർക്ക് വേണേലും പേഴ്സണൽ എന്തെങ്കിലും പേഴ്സണൽ, അത് ഒഫീഷ്യൽ അഡ്രസ്സിലേക്ക്. തൽക്കാലം നിന്റെ ചേട്ടന്റെ കിട്ടി, നിന്റെ ചേട്ടൻ വായിച്ചു നോക്കുന്നു. ആ ചേട്ടന് അത്ര വിശ്വാസം ഇല്ല എനിക്ക്, അതുകൊണ്ട് പറഞ്ഞ. ഇത് ഫ്രം അഡ്രസ് വായിക്കണോ? വായിക്കല്ലേ? ഫ്രം ജ്യോതി, മഹാരാജാസ് കോളേജ്. ഓക്കെ, ടു ശ്രീജിഷ്. അപ്പം കണ്ണേട്ടന് വന്ന ലെറ്ററാണ്. ഇച്ചിരി ഉറക്ക വായിക്കാണേ. അപ്പോ ഏറ്റവും താഴെ ഒരു തമിഴുണ്ട് കേട്ടോ. തമിഴ് എനിക്ക് വായിക്കാറില്ല, പക്ഷെ അങ്ങനെ കണ്ണേട്ടന് വന്ന കത്ത് വായിക്കാം കേട്ടോ. സ്നേഹം നിറഞ്ഞ കണ്ണേട്ടന്, ഞാൻ കണ്ണേട്ടന്റെ വലിയ ആരാധികയാണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു ആരാധികയിലുപരി എനിക്കെന്തോ ഇഷ്ടമാണ്. ഇതുവരെ കണ്ടതിൽ മറ്റാരോടും തോന്നാത്തൊരു പ്രത്യേകതര ഇഷ്ടം കണ്ണേട്ടൻ്റെ ശബ്ദത്തിനോടും പാട്ടിനോടും തോന്നി. പിന്നെ എൻ്റെ ഇഷ്ടം കണ്ണേട്ടൻ്റെ ശബ്ദത്തിനോടും പാട്ടിനോടും മാത്രമാണെന്ന് അറിയില്ല, മറ്റെന്തൊക്കെയോ ഒരിഷ്ടം എൻ്റെ ഉള്ളിൽ കണ്ണേട്ടനോട് തോന്നുന്നുണ്ട്. കണ്ണേട്ടൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി മാത്രമാണ് സത്യത്തിൽ ഞാൻ സരിഗമപ കാണുന്നത്. കണ്ണേട്ടൻ പാടിയ പാട്ടുകൾ എത്ര തവണ കേൾക്കൂ എന്ന് തന്നെ എനിക്കറിയില്ല. കണ്ണേട്ടൻ്റെ പാട്ടുകൾ അത്രയധികം ആഴത്തിൽ എൻ്റെ മനസ്സിനെ സ്പർശിച്ചിട്ടുണ്ട്. ഓരോ തവണ ഏട്ടന്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ തോന്നും ഒരു കത്തയക്കണമെന്ന്, പക്ഷെ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇപ്പോ ഒരു കത്ത് എഴുതുന്നത് എന്റെ മനസ്സെന്നോട് 1000 ആവർത്തി പറഞ്ഞിട്ടാ. ഒരു ലഹരിയും ഇല്ലാതെ ഇത്ര ലഹരിയിൽ നിന്നെക്കുറിച്ച് എഴുതണമെങ്കിൽ ഊഹിക്കണം എന്റെ ഇഷ്ടം. നീ എന്നെ சொல்ல போகிறாய். കണ്ണേട്ടനെ മാത്രം കാണാൻ വേണ്ടി മാത്രം സരിഗമപ കാണുന്നെന്ന്. അപ്പൊ നമ്മളൊക്കെ ആരാ? ഇസ്പയുടെ 7ാം കൂലിയും. ഹലോ, നിങ്ങൾ രണ്ടുപേരും കൂടാ, ഞാൻ മാത്രമല്ല. തിരിച്ചവിടിരുന്ന് അയ്യോ, നിങ്ങൾക്ക് വിഷമമുണ്ടോ? എന്തിന് കൊള്ളാൻ പറ ജീവ, സുന്ദരനായിട്ട് എന്ത് കാര്യം? ചെക്കന്മാർക്ക് ആരാധകർ, നമ്മൾ സുന്ദരന്മാരല്ലേ? അതാ ശ്രീജി സുന്ദരനല്ലേ? സുന്ദരനാണ്. അല്ല, ജീവ നല്ല സുന്ദരനല്ലേ? എന്നിട്ട് എണിച്ചു പോരെ, അവിടെ കിടന്ന് ഉരുളണ്ട.
ഷെരീഫിക്ക വളരെ മോശമായിപ്പോ കേട്ടോ. എടാ എത്ര വർഷമായിട്ട് നിങ്ങൾ പാട്ട് പാടുന്നു? നിങ്ങൾക്ക് ഇതുപോലൊരു കത്ത് വന്നിട്ടുണ്ടോ? തമ്പുരാൻ അറിയാൻ വന്നിട്ടുണ്ടോ ഇല്ലയോ? എന്നാലും ജ്യോതി എം, മഹാരാജാസ് കോളേജ്, എറണാകുളം. എന്തായാലും ജ്യോതിയും വന്നില്ല, ആരും വന്നില്ലല്ലോ ഇങ്ങോട്ടേക്ക്. എന്റെ ഇഷ്ടം കണ്ണേട്ടന്റെ ശബ്ദത്തിനോടും പാട്ടിനോടും മാത്രമാണോ എന്നറിയില്ല. എന്നിട്ട് ഇങ്ങനൊരു സ്മൈലി. മറ്റെന്തൊക്കെയോ ഒരു ഇഷ്ടം എന്റെ ഉള്ളിൽ കണ്ണേട്ടനോട് തോന്നുന്നുണ്ട്. എന്നാലും ശ്രീജിഷിനെ അത്രയധികം ഇഷ്ടപ്പെടുന്ന ഒരു കൊച്ചാ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കത്തൊക്കെ അയക്കണോ? അല്ല, പക്ഷെ അവസാനം പിച്ചിൽ പാടുകയൊക്കെ ചെയ്തു കേട്ടോ. ആ അതെ, ഇവനില്ലെങ്കിലും ആ കൊച്ചിന് നല്ല വെച്ചുണ്ട്. ഒരു ധൈര്യമില്ലാതെ ഈ ലഹരിയിൽ നിന്നെക്കുറിച്ച്. അപ്പോൾ ശ്രീഷെ, ഞാൻ ഒരു കേടുപാടും വരുത്താതെ ഈ കത്ത് അത് കടിച്ചതല്ലാതെ ആവേശത്തിൽ വന്നതാ. ഈ കത്ത് മാത്രമല്ല, കുട്ടി ഒരു ഗിഫ്റ്റ് കൂടെ ശ്രീജിഷിന് കൊടുത്തു വിട്ടിട്ടുണ്ട്. ആ ഗിഫ്റ്റ് തന്നില്ലായിരുന്നോ? അപ്പൊ അങ്ങനെയാണ് പ്രയാഗം ഒന്ന് ഇവിടെ വരിക. സ്റ്റേജ് വെച്ച് ശ്രീഷ് ഇറങ്ങി വാ. നമ്മുടെ ജ്യോതിമോക്ക് സന്തോഷമാട്ടെ, വാ. ഇവിടെ സാധാരണ ഗിഫ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ അസൂയോടെ നോക്കാറുണ്ട്. ഇപ്പോൾ നല്ല നല്ല ഷൂസ്, ഇതിന് വലിയ അസൂയൊന്നും പെടുന്ന ആവശ്യമില്ല. നാരങ്ങ മുട്ടായി. അപ്പൊ എന്തായാലും ഇതൊരു പ്രണയത്തിന്റെ ഒരു സിമ്പലാണ് പ്രയാഗ. ഈ നാരങ്ങ മുട്ടായിൽ ഒരുപാട് സ്നേഹമുണ്ട്. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. സ്നേഹം അല്ല, നാരങ്ങ മുട്ടായി സ്നേഹം നീ എടുത്തോ. അപ്പം ജ്യോതിക്ക് ഒരു നല്ല കൈയടി ഈ ഒരു ലെറ്ററിന്, ഈ ഒരു ഗിഫ്റ്റിനൊക്കെ ആയിട്ട്. ഇനി എന്തെങ്കിലും 2 വാക്ക് അവിടത്തേക്ക് ഒന്നുരിയാടുകയാണെങ്കിൽ സന്തോഷമായി. തീർച്ചയായിട്ടും ആ സ്നേഹം ജ്യോതി ഞാൻ മനസ്സിലാക്കുന്നു. എനിക്കത് മനസ്സിലായി. ആ ലെറ്ററിലെ വാക്കുകളുടെ തീവ്രതയെന്ന് എനിക്കത് മനസ്സിലാക്കാം. അല്ല, പകരം എന്താ കൊടുക്കുന്നത്? പ്രയാഗ ചോദിച്ചു. പകരം തരാൻ എൻ്റെ ഒന്നുമില്ല. ഞാൻ നേരത്തെ പാടിയ പാട്ടിന്റെ മാർക്ക് മതിയെങ്കിൽ അത് ഇച്ചിരി ഉള്ളൂ. ഷാനിക്ക എങ്ങനെ ടീമാട്ടാ. ശരിയാട്ടോ, ഷാനിക്കാട് ടീമിൽ ഒരാൾക്ക് ലെറ്റർ. ഷാനിക്ക കുറച്ച് എടാ, എന്റെ നേരമായിട്ട് ടീമിലുള്ള എല്ലാവരും കണക്കാ. ആ വരത്ത് ഇവൻ എല്ലാവരും കണക്കാ. എല്ലാം ഒരുമാതിരി. ശരിയല്ലേ? പാപ്പനെ നോക്ക്. ചേച്ചി അതെങ്ങനെ അല്ലാതിരിക്കുന്നു. സാരല്ല പാപ്പ, എനിക്ക് ആ വിഷമം മനസ്സിലാവുന്നുണ്ട്. ഒരു മെന്റർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഒരു ലെറ്റർ പോലും കിട്ടില്ല, ഒരു ഗിഫ്റ്റ് പോലും കിട്ടിയിട്ടില്ല. ബട്ട് എല്ലാ പിള്ളേർക്ക് കിട്ടുന്നു. സങ്കടപ്പെടേണ്ട, ഒരു നാൾ നിങ്ങളെ തേടി ഒരാൾ വരും. അല്ല അങ്ങനെ. ഓക്കെ, റിട്ടേൺ ഗിഫ്റ്റ് നമുക്ക് പിന്നെ ശ്രീഷ് എന്താന്ന് വെച്ചാൽ നീ ഒരു റിട്ടേൺ ഗിഫ്റ്റ് ജ്യോതിക്ക് കൊടുക്കണം കേട്ടോ. കൊടുക്കാതിരിക്കും. റിട്ടേൺ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ എന്താ കൊടുക്കുക? എന്നോടാണോ ചോദിക്കുന്നത്? എനിക്ക് അടുത്ത പാട്ട് കേൾക്കുന്ന നീ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ തൽക്കാലം അക്ബറിന്റെ അടുത്ത് പോയിരിക്കും. ഓക്കെ, ആ പറയാക, അവിടെ പോയിരിക്കും.